അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. മടുപ്പില്ല. പോവാണ്. 3 മാസം വേഗം പോയി അല്ലേ അച്ഛാ? ഓസ്ട്രിയയുടെ ഗുഡ് ബൈ. ഓസ്ട്രിയയുടെ ഗുഡ് ബൈ. ഇനി എപ്പോഴാ വരുന്നത്? അടുത്ത വർഷം. അമ്മയ്ക്കും അച്ഛനും ഫ്ലൈറ്റ് വിയന്നയിലായിരുന്നു. സോ ഞങ്ങൾ 1 ഡേ ബിഫോർ വിയന്നയിലോട്ട് പോയി അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നൈറ്റ് ഞങ്ങൾ വിയന്നയിലെ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് കണ്ടു. വിയന്നയിലെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വ്ളോഗെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ട്രാം സ്റ്റോപ്പ് വരെ. ഒരുപാട് ലഗേജൊക്കെ ഉള്ള കേസിൽ നമുക്ക് എയർപോർട്ടിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ട്രെയിൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ സ്നോഫോളും കണ്ട് അല്ലേ അച്ഛാ? ഒന്ന് കണ്ടതാണ്. പക്ഷെ ഇത് നന്നായിട്ട് സ്നോഫോൾ ഉണ്ട്. ഇത് കണ്ടോ, ട്രാക്കിലൊക്കെ വീണ് കിടപ്പുണ്ട് സ്നോ. ഇപ്പൊ നീ വീണോണ്ടിരിക്കുക. അതെ, ഇതുണ്ടോ? വിയന്ന എത്തി. വിയന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ലഗേജൊക്കെ താഴെ ഇറക്കി. നമ്മളിവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം രാത്രിയിൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള എല്ലാ ക്രിസ്മസ് മാർക്കറ്റും മെയിനാണ്. പക്ഷേ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റിൽ നമ്മൾ പോവും. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. ചെറിയ കാറ്റും തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ വിയന്നയിൽ ഇറങ്ങിയപ്പോൾ. നവംബർ മിഡിലൊക്കെ ആകുമ്പോൾ തന്നെ ഇതേപോലത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലും ഷോപ്സിലും സ്ട്രീറ്റ്സിലും എല്ലാം കാണാം കേട്ടോ. ഹോട്ടലിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 3 to 4 മിനിറ്റ്സേ ഉള്ളൂ നമുക്ക് നടക്കാൻ. ഗ്രാസിനെക്കാട്ടിലും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ വിയന്നയിൽ. തണുപ്പ് മാത്രമല്ല, ഭയങ്കര കാറ്റുമായിരുന്നു. ഇത്രയും തണുപ്പുണ്ടായിരിക്കും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അച്ഛനും അമ്മയും ഓൾറെഡി തണുത്ത് മരച്ചു. ഹോട്ടലിൽ ചെന്ന് അവിടെ നിന്നിരുന്നപ്പോഴാണ് കുറച്ചെങ്കിലും സമാധാനമായത്. കാറ്റ് ഇറങ്ങിയ കാറ്റാ, നല്ലതാ. ഞങ്ങളുടെ സ്ഥലം തന്നെ നല്ലത്, നല്ലത് ആണ്. കൈമരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും വിയന്നയിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന വീഡിയോസ് മാത്രമേ ഞാൻ ഈ വ്ലോഗിൽ ഇട്ടിട്ടുള്ളൂ. വിയന്നയിലെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. വിയന്നയിലെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കണ്ട് ഞങ്ങൾ എത്തിയപ്പം നൈറ്റ് ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. രാവിലെ നല്ല സുഖമായിട്ട് ഉറങ്ങി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. അമ്മയ്ക്കും അച്ഛനും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓസ്ട്രിയയും അതേപോലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ ഗ്രാസും എല്ലാം. അച്ഛനമ്മ 3 മാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊരു 3 ദിവസം പോലെ ആട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവരിന്ന് ഓസ്ട്രിയയോട് ടാറ്റ ബൈ ബൈ പറയാണ്. സങ്കടം ഉണ്ടോ? സങ്കടം ഇല്ല. സങ്കടം ഇല്ലേ? ഇല്ല. അച്ഛൻ സങ്കടം ഉണ്ടോ? അച്ഛാ 2 ദിവസം വരുന്നുണ്ട്. വലിയ സങ്കടം ഇല്ല. അമ്മയ്ക്ക് സങ്കടമേ ഇല്ല അല്ലേ? നാട്ടിൽ പോകുന്ന സന്തോഷം എല്ലാരും കാണാമല്ലോ. കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പറഞ്ഞേ? ഇവിടെ ഓസ്ട്രിയയിലെ ജീവിതം സുഖമായിരുന്നു, സന്തോഷമായിരുന്നു. എല്ലാം വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയാണെങ്കിലും വരാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഇനി ഞങ്ങൾ അടുത്ത വർഷം വരും. മടുപ്പില്ല? മടുത്തോ ഈ ഒരു 3 മാസം? മടുത്തില്ല. ഇവിടെ വേറെ ഈ വിയന്ന കാറ്റാ.
അല്ല പൊതുവെ എല്ലാം നല്ലതായിരുന്നു, ക്ലൈമറ്റ് നല്ലതായിരുന്നു, ഞങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ അതൊക്കെ താമസിക്കുന്ന നല്ല. സ്ഥലം അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. പാർക്കും അച്ഛനും. അപ്പൊ ഇനിയാണെങ്കിലും വരുമെന്നാണ് പറയുന്നത്. അതെ, അടുത്ത വർഷം ഞങ്ങള് വരും. സീസൺ അനുസരിച്ച് ഞങ്ങൾ വരുന്നതായിരിക്കും. വരാൻ പറ്റുന്ന സമയത്ത് വരും. അതെ. അപ്പൊ ടാറ്റ പറഞ്ഞു. ടാറ്റാ, ബൈ ബൈ. അപ്പൊ ഇനിയും ഇവരിനി കേരളത്തിൽ ചെന്നിട്ട് ബാക്കി അവരുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഞങ്ങളൊരു 1 വീക്ക് കഴിയുമ്പോൾ നാട്ടിലോട്ട് പോവും. പക്ഷേ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഓഫീസിൽ നിന്ന് പോയിട്ട് വരുമ്പോഴും എല്ലാം വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ഈ ഒരു 3 മാസം. ഇപ്പം വിയന്നയിൽ തിരിച്ച് വീട്ടിലോട്ട് ഈ ഒരാഴ്ചയാണെങ്കിലും പോകുമ്പോൾ അവരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമായിരുന്നു. എനിക്ക് മാത്രമല്ല കേട്ടോ, ദീപുന് നല്ല വിഷമമായിരുന്നു. കാരണം ഈ ഒരു 3 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. ചേട്ടനും ചേച്ചിയും കാനഡയിൽ നിന്ന് വന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു 10 ദിവസം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ കുറേ സ്ഥലങ്ങൾ കണ്ടു. ഇവരുടെ കൂട്ടത്തിൽ ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. സോ ഓൾ ടുഗദർ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇയർ തന്നെയായിരുന്നു ഞങ്ങൾക്ക് 2024. ഇനി അച്ഛനും അമ്മയും ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യും. സോ നമ്മളപ്പം വേറെ കുറേ കൺട്രീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇനി അവരെ കാണാം. സോ കീപ്പ് ഓൺ സപ്പോർട്ടിങ് മീ. ഞങ്ങളുടെ ഫാമിലി വ്ലോഗും ട്രാവൽ വ്ലോഗ്സും അതേപോലെ ഫണ്ണി ആയിട്ടുള്ള റീൽസും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ട്രാവൽ വ്ലോഗ്സ് ഒന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇനി ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളുടെ എല്ലാം വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വരും. സോ സ്റ്റേ ട്യൂൺ. അൻടിൽ ദെൻ, ബൈ ബൈ. ഞാനും പോവാം.